Hi everyone, welcome to iFor Education. So in this video, we are discussing one of the very important topic of CSER UGC NET. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പ്ലാന്റ് ഫിസിയോളജിയിൽ സിസ്റ്റം പ്ലാന്റ് ഫിസിയോളജിയിലെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കാർബൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. സോ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിഫറെൻറ്റ് കാർബൺ റിയാക്ഷൻസിൽ തന്നെ C3 സൈക്കിൾ അതുപോലെ C4 സൈക്കിളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന എൻസൈം എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേറ്റിംഗ് മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് ദ CAM pathway. CAM pathway എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഡിസ്ക്രിപ്ഷനിൽ പറയുകയാണെങ്കിൽ ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിക് പാത്വേ എന്നാണ് പറയുക. സോ CAM pathway എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫസ്റ്റ്ലി ഡിസ്കവേർഡ് ഇൻ ദ ക്രാസുലേസിയൻ ഫാമിലിയിലെ ക്രാസുല പ്ലാന്റിലാണ് ആദ്യമായത് ഇത് ഡിസ്കവർ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഇൻ കേസ് ഇത് ഈ ഒരു പ്ലാന്റിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അതർ പ്ലാന്റ്സിലും നമ്മൾ ഈ ഒരു CAM pathway നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വീണ്ടും റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. So about this CAM pathway, it's mainly found in different kinds of plants. That is like you can see Crassula plant, നമുക്ക് കാണാൻ പറ്റും, Kalanchoe plant, Sedum plant, etc. ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ക്രാസുലേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഫൗണ്ട് ഇൻ കാക്ടി അതുപോലെ തന്നെ യൂഫോബിയ ഒക്കെ എന്താണ് CAM പ്ലാന്റ്സ് ആണ്, അഥവാ ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ്. സോ ഇവിടെ CAM പ്ലാന്റ്സിൻ്റെ കേസിൽ ദർ വിൽ ബി എ ഫോർമേഷൻ ഓഫ് C4 ആസിഡ് അല്ലേ. C4 ആസിഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. This C4 acid formation will be occur temporally and spatially separated. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലിലാണ് C4 ആസിഡിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ C4 ആസിഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ടൈമും അതുപോലെ തന്നെ കാൽവിൻ സൈക്കിൾ നടക്കുന്ന ടൈമും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറലി ടൈമും സെപ്പറേറ്റഡ് ആണ്, വ്യത്യസ്ത സമയങ്ങളിലാണ്. അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിലാണ്, നൊക്ടേണലായിട്ടാണ് നടക്കുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഡേ ടൈമിലാണ്, ഡയേണലായിട്ടാണ് കാർബണിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കുക, അല്ലെങ്കിൽ C3 സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ യു ക്യാൻ സീ ദിസ് ഈസ് വാട്ട് വിച്ച് ഹാപ്പൻ ഡ്യൂറിങ് ദ നൈറ്റ് ടൈം. സോ നൈറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. CAM pathway എക്സിബിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഡാർക്കിലായിരിക്കും അവരുടെ സ്റ്റൊമേറ്റ ഓപ്പൺ ആവുന്നത്. നമുക്കറിയാം CAM പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്രാസുലേസിയെ, കാക്ടസ്, യൂഫോബിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഡെസേർട്ട് കണ്ടീഷനിൽ ജീവിക്കുന്ന പ്ലാന്റ്സുകളാണ്. ഡെസേർട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ ഡെഫിസിറ്റ് ആണ് അല്ലേ, വെള്ളം കുറവുള്ള കണ്ടീഷൻ ആയിരിക്കും, വാട്ടറിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ വാട്ടർ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഈ പ്ലാന്റുകൾ ഡേ ടൈമിൽ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഹൈ എമൗണ്ട് ഓഫ് ട്രാൻസ്പിറേഷൻ നടക്കുകയും അങ്ങനെ പ്ലാന്റിൻ്റെ സെല്ലിലുള്ള വാട്ടേഴ്സ് ഇവർക്ക് ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ കേസ് അങ്ങനെയുള്ള വാട്ടർ ലോസിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ ഹാപ്പൻ, they will be open their stomata only during the night time. സോ അതിനെയാണ് നമ്മൾ നൊക്ടേണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് നൊക്ടേണൽ ആസിഡിഫിക്കേഷൻ എന്നാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നൈറ്റ് ടൈമിലുള്ള ലീഫിൻ്റെ ആസിഡിഫിക്കേഷൻ സ്റ്റേജാണ് നൈറ്റിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി CAM pathway എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയിലാണ് ഇത് നടക്കുന്നത്.
അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇവർ ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡിനെ അപ്ടേക്ക് ചെയ്യുന്നത്. നമുക്കറിയാം റെസ്പിറേഷൻ നടക്കുന്നത് ഇതിലൂടെയാണ്. ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഒക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഇവർ ഈ ഇതിനൊക്കെ ഗ്യാസസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്റ്റൊമാറ്റോ ഓപ്പൺ ആകുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. അങ്ങനെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബോണിക് അൺഹൈഡ്രേറ്റ് എന്ത് ചെയ്യും? ദേ വിൽ ബി ഫോമിങ് HCO3 അല്ലേ? HCO3 അവിടെ ഫോം ചെയ്യും. HCO3 ഫോം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഫോസ്ഫോഇനോൾ പൈറുവേറ്റിലേക്ക് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യും, HCO3 ആഡ് ചെയ്യും. അതായത് ദർ വിൽ ബി എ ഫിക്സിങ് ഓഫ് കാർബൺ ഈസ് ഒക്യൂർ അല്ലേ? കാർബൺ അവിടെ ഫിക്സ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു. ആ ഓക്സാലോ അസറ്റേറ്റിനെ NADH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മാലിക് ഡിഹൈഡ്രോജിനേസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ദേ വിൽ ബി ഫോമിങ് ദ മാലേറ്റ് അല്ല, മാലിക് ആസിഡ് ആയിട്ട് അതിനെ മാറ്റും. ആ മാലിക് ആസിഡ് എന്ത് ചെയ്യും? മീസോഫിൽ സെല്ലിലുള്ള വാക്യൂളിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ കംപ്ലീറ്റ് നൈറ്റ് ടൈമിൽ ഇവരുടെ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയിരിക്കും. ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകൾ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാം തന്നെ മാലിക് ആസിഡായിട്ട് ഈ വാക്യൂളിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ആസിഡിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയാം. നൊക്ടേണൽ ആയിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ നൊക്ടേണൽ ആസിഡിഫിക്കേഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ്ലി നമ്മൾ നോക്കുന്നത് അടുത്ത സ്റ്റേജാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടൈമിലാണ് നടക്കുക. ഡയണലായിട്ട് നടക്കുന്ന സ്റ്റേജാണ്. ഇവിടെ ആക്ച്വലി ഈ ഒരു കണ്ടീഷനിൽ ഡേ ടൈമിൽ വി ക്യാൻ സീ ദാറ്റ് സ്റ്റൊമാറ്റോ വിൽ ബി ക്ലോസ്ഡ് അല്ലേ? സ്റ്റൊമാറ്റോ ക്ലോസ്ഡ് കണ്ടീഷനാണ്. എന്തുകൊണ്ടാണ് അത് ക്ലോസ്ഡ് ആവാനുള്ള കാരണം? ബിക്കോസ് ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് അവിടെ കുറയ്ക്കണം. വാട്ടർ ലോസ് ഉണ്ടാവാതെ ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് അവിടെ കുറക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സ്റ്റൊമാറ്റോ ഓൾറെഡി ക്ലോസ്ഡ് ഫോമിലാണ് കിടക്കുന്നത്. വാക്യൂളിൽ മാലിക് ആസിഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരുപാട് എൻസൈമുകളുടെ ആക്ടിവേഷൻ ഉണ്ടായിട്ട് വാട്ട് ഹാപ്പൻ? ഈ മാലിക് ആസിഡ് മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ മാലേറ്റിൽ ഡീകാർബോക്സിലേഷൻ സംഭവിക്കും. ഓക്കെ, ഡീകാർബോക്സിലേഷൻ സംഭവിക്കും. സോ ഇവിടെ ഡീകാർബോക്സിലേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് NADP ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മാലിക് എൻസൈം തന്നെയാണ്. അതിനോട് ഹാപ്പൻ ഈ മാലേറ്റ് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഡേ ടൈമിൽ കാൽവിൻ സൈക്കിൾ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടാവും. അത് തിരിച്ച് കാൽവിൻ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇവിടെ മാലേറ്റ് എന്ത് ചെയ്യും? ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ അത് പൈറുവേറ്റ് ആയിട്ട് മാറും. ആ പൈറുവേറ്റ് എന്ത് ചെയ്യും? നോർമലി സ്റ്റാർച്ച് പ്രൊഡക്ഷനിലേക്ക് പോവും. സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് നൈറ്റ് ടൈം ആകുമ്പോൾ തിരിച്ച് വീണ്ടും അതെന്ത് ചെയ്യും? ഈ സ്റ്റാർച്ച് എന്ത് ചെയ്യും? ഫോസ്ഫോയിനോൾ പൈറുവേറ്റിനെ ഫോം ചെയ്യും. വീണ്ടും ആസിഡിഫിക്കേഷൻ നടക്കും. അപ്പോൾ നമ്മൾ ക്യാം പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും. നൈറ്റിൽ ആസിഡിഫിക്കേഷൻ സ്റ്റേജ് നടക്കും, ഡേ ടൈമിൽ ആസിഡിഫിക്കേഷൻ സ്റ്റേജും ആണ് നടക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻസൈമിൻ്റെ റെഗുലേഷനാണ്. അപ്പോൾ C4 ആസിഡിലും ക്യാം പാത്വേയിലും ഒരുപാട് C4 സൈക്കിളിലും ക്യാം പാത്വേയിൽ ഒരുപാട് പങ്കെടുക്കുന്ന, കാർബോക്സിലേഷൻ സ്റ്റേജിൽ ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം എന്ന് പറയുന്നത്. ക്യാമിൻ്റെ ആണെങ്കിലും C4 സൈക്കിളിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പിന് റെഗുലേറ്റ് ചെയ്യുന്ന, കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെപ്പ് കാർബോക്സിലേസ് എൻസൈമിന് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് പെപ്പ് കാർബോക്സിലേസ് ഇറ്റ് വിൽ ബി സ്വിച്ച് ഓൺ ഡ്യൂറിങ് ഡേ ടൈം ഇൻ കേസ് ഓഫ് C4 സൈക്കിൾ അല്ലേ? നമ്മൾ C4 സൈക്കിൾ കണ്ടാണ് അവിടെ കാർബൺ ഫിക്സ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ് അല്ലേ? പക്ഷേ ക്യാം പാത്വേയിൽ അങ്ങനെയല്ല. അവിടെ ആസിഡിഫിക്കേഷൻ സ്റ്റേജ് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ്.
അപ്പോൾ ഈ ഈ ഒരു എൻസൈം സ്വിച്ച് ഓൺ ആവുന്നത് C4 സൈക്കിളിൻ്റെ കേസിൽ ഡേ ടൈമിലാണ്, ക്യാം പാത്വേയുടെ കേസിൽ നൈറ്റിലും ആയിരിക്കും. അപ്പോൾ ഏത് കേസിലാണെങ്കിലും, ക്യാമിലാണെങ്കിലും C4 സൈക്കിളിലാണെങ്കിലും ഒരുപോലെയാണ് ഈ ഒരു എൻസൈം വർക്ക് ചെയ്യുന്നത് അറ്റ് ഡിഫറെൻറ്റ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊഡക്ട്സുകളാണ്. ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളാണ് ഇവരെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്, C4 ആസിഡാണ് മാലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ എമൗണ്ട് മാലേറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാലേറ്റ് എൻസൈം എന്ത് ചെയ്യും, പെപ്പ് കാർബോക്സിലേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഇവരുടെ സെറിൻ റെസിഡ്യൂവിൽ. അപ്പോൾ അതിൻ്റെ ഫോസ്ഫോറിലേഷനും ഒരു ക്രിട്ടിക്കൽ അമിനോ ആസിഡാണ് സെറിൻ എന്ന് പറയാം. ആ ക്രിട്ടിക്കൽ അമിനോ ആസിഡിൻ്റെ ഫോസ്ഫോറിലേഷനും ഡീഫോസ്ഫോറിലേഷനുമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാലേറ്റ് ആണ്. ഇവരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന കോമ്പൗണ്ടാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു, ഇവരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ പേര് നമ്മൾ ഓർത്ത് വെക്കണം. മാലേറ്റ് പെപ്പ് കാർബോക്സിലേസിനെ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇൻഡ്യൂസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ പിക്ചർ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെപ്പ് കാർബോക്സിലേസ് ആണ് ഇത് അല്ലേ. ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ആക്റ്റീവ് സൈറ്റിൽ ഒരു ക്രിട്ടിക്കൽ സെറിൻ റെസിഡ്യൂ ഉണ്ട്. അപ്പോൾ മാലേറ്റിൻ്റെ ഇൻഹിബിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്നൊക്കെ പറയും നമ്മൾ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാലേറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സെറിനെ ഡീഫോസ്ഫോറിലേറ്റഡ് കണ്ടീഷനിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ സെറിനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കില്ല. സമ്മതിക്കാത്തത് ആരെയാണ്, വേറൊരു എൻസൈമാണ് പെപ്പ് കാർബോക്സിലേസ് കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എൻസൈം ഉണ്ട്. ആ ഒരു എൻസൈം ആയിരിക്കും ഈ ഒരു ക്രിട്ടിക്കൽ സെറിനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ എന്ത് ചെയ്യും, ഇവർ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എൻസൈമിൻ്റെ ഇൻഹിബിഷൻ നടക്കും. നെക്സ്റ്റിൽ ഈ പെപ്പ് കാർബോക്സിലേസിന് എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് നോക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൻ്റെ പ്രസൻസിലാണ് പെപ്പ് കാർബോക്സിലേസ് എന്ത് ചെയ്യുക, ആക്ടിവേറ്റഡ് ആവുക. അപ്പം അങ്ങനെ ആക്ടിവേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ എഫ്ലെക്സ് ഓഫ് കാൽഷ്യം അയോൺസ്. കാൽഷ്യം അയോൺസുകൾ എന്ത് ചെയ്യണം, എഫ്ലെക്സ് ചെയ്യണം. അതായത് വാക്യൂളിൽ നിന്നും സൈറ്റോസോളിലേക്ക് എന്ത് ചെയ്യും, ഇതൊരു സെല്ലാണ്, മിസോഫിൽ സെല്ലാണ്, വാക്യൂൾ ഉണ്ട് ഇവിടെ. ഈ വാക്യൂളിൽ നിന്നും എന്ത് ചെയ്യും, കാൽഷ്യം 2+ അയോൺസ് സൈറ്റോസോളിലേക്ക് അവർ ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ സൈറ്റോസോളിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കാൽഷ്യം 2+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ പെപ്പ് കാർബോക്സിലേസ് കൈനേസിനെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അതായത് അതിൻ്റെ ഫങ്ഷനിങ്ങിനെ അവർ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻസൈം എന്ത് ചെയ്യും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എവിടേക്ക്, ഈ പെപ്പ് കാർബോക്സിലേസ് എൻസൈമിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ സെറിനിലേക്ക്. അങ്ങനെ അതെന്ത് ചെയ്യും, ആക്ടിവേറ്റ് ആവും. നോർമലായിട്ടുള്ള C4 സൈക്കിളും ക്യാം പാത്വേയുടെ ഒക്കെ കാർബോക്സിലേഷൻ നടക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്യാം പാത്വേയിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്യാം പാത്വേ. C4 സൈക്കിളിലൊക്കെ നമുക്ക് മാക്സിമം ഒരു 10 to 12 മാർക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് സി പാർട്ടിലും ബി പാർട്ടിലും ആയിട്ടൊരു 10 to 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയസ്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് C4 സൈക്കിൾ, അതുപോലെ തന്നെ ക്യാം പാത്വേ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഓൾ എൻജോയിങ് ദ ക്ലാസ്സസ്. സോ നമ്മുടെ CSIR UGC നെറ്റിൻ്റെ ഐഫറിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കുള്ള ജോയിനിങ് ചെയ്യാനുള്ള ലിങ്കുകൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. സോ ഓൾ ഓഫ് യു ജോയിൻ ടു ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ MCQ PYQ MCQ ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ അതിലേക്കാണ് ഷെയർ ചെയ്യുക. സോ ഓൾ ഓഫ് യു പ്ലീസ്
you can join that, and that's it. So thank you so much.